അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഈ ഒരു പ്രാങ്ക് കോള് കണ്ടല്ലോ. രണ്ട് പെൺകുട്ടികളാണ്. ഇവർ മെയിനായിട്ട് ചെയ്യുന്ന പ്രാങ്ക് കോളുകളാണ്. അതായത് പ്രാങ്ക് കോൾ വിളിക്കേണ്ടവരുടെ നമ്പരും അതുപോലെ തന്നെ എന്താ ചെറിയ ഫീസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവർക്ക് യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റയിലൊക്കെ പേജൊക്കെ ഉള്ളതാണ്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, പ്രാങ്ക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഒരു പരിധി വരെയൊക്കെ ആസ്വദിക്കുന്നതാണല്ലേ. കാരണം വളരെയധികം തമാശ രീതിയിലുള്ള പ്രാങ്കുകളൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു പ്രാങ്ക് കോള് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പെൺകുട്ടികളോട് പുച്ഛം മാത്രം, ഇത്രയും ഒരു തരം താഴ്ന്ന രീതിയിൽ വിളിച്ച് സംസാരിക്കുന്നതിന്. എന്തായാലും നമുക്ക് അവർ പ്രാങ്ക് കോള് വിളിക്കുന്നതിൻ്റെ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഇവളുമാർക്ക് നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട്. 25-ാം തീയതി എന്റെ കല്യാണമായിരുന്നേ. ആര് പറഞ്ഞിട്ടാന്ന് പറയാം? ഫ്രണ്ട് പേരെന്താ? നിഷാന അൽരാമോരം. ഇത് 26-ന് വെഡിങ് ആണോ? ഓ ഓക്കെ, എനിക്ക് ഞാൻ വാട്സാപ്പ് ചെയ്തേക്കാം കേട്ടോ. അല്ല ചേച്ചി, എല്ലായിടത്തും ഇടുവോ മെഹന്തി? കൈക്ക് എത്ര? മീൻസ് രണ്ട് കൈയും സാധാരണ ബ്രൈഡൽ ചെയ്യുന്നതിന് 3500. അപ്പൊ കാലിനാ? എൽബോ അതിന് സെപ്പറേറ്റ് ആവും. നമ്മള് ചെറിയ ഡിസൈൻസ് ഒക്കെ ആണെങ്കിൽ അതിനനുസരിച്ചാ. ഡിസൈൻ അനുസരിച്ച്. അപ്പൊ കുണ്ടിക്കാ ചേച്ചി? കുണ്ടിയില്ലേ? കുണ്ടിയിലിട്ട് തരുമോ? എന്റെ ഫിയാൻസിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് എനിക്ക് കുണ്ടിയിലൊന്ന് ഇട്ട് തരുമോ മെഹന്തി? വിളിക്കട്ടാ? അവര് ഫോൺ എടുത്ത് എറിഞ്ഞെത്തോ? താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ അപ്പം എല്ലാവരും കേട്ടല്ലോ, പ്രാങ്ക് കോൾ വിളിച്ച് സംസാരിക്കുകയാണ്. ഒരു മെഹന്തി ആർട്ടിസ്റ്റിനോട് വിളിച്ചിട്ട് ഒരു മെഹന്തി കല്യാണമാണ്, അപ്പം അതിന് വേണ്ടിയിട്ട് മെഹന്തി ഇടണമെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ആ ഒരു ചേച്ചി വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ, കാരണം ആ ചേച്ചിയുടെ ജോലിയാണല്ലോ അത്, അപ്പോൾ അത് ഒരു എൻക്വയറിക്ക് വേണ്ടി ആരോ വിളിക്കുവാണെന്ന് കരുതിയിട്ട് പുള്ളിക്കാരി അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പോൾ കയ്യിലിടുന്നതിന് എത്രയാണെന്ന് ചോദിക്കുന്നു, അതിൻ്റെ റേറ്റ് പറയുന്നു. കാലിലിടുന്നതിന് എത്രയാണെന്ന് ചോദിക്കുന്നു, അതിൻ്റെ റേറ്റ് പറയുന്നു. ഉടനെ തന്നെ ഇവർ പറയുന്നത്, ചേച്ചി കുണ്ടിയിലിട്ട് തരുമോ എന്ന്. കുണ്ടിയിലിട്ട് തരുമോ? കാരണം എൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കുണ്ടിയിലിട്ട് തരുമോ എന്ന് ചോദിക്കുന്നു. ഇതിനൊക്കെ നമ്മൾ എന്ത് മറുപടി പറയും? ആ ഒരു കോൾ എടുത്ത ആ ഒരു ചേച്ചി വളരെ മാന്യതയുള്ളത് കൊണ്ട് തന്നെ അവരതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ അവർ ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. കാരണം പ്രാങ്ക് കോളും ഇതൊക്കെ നല്ല ഒരു പരിധി വരെ നമ്മൾ ആസ്വദിക്കാറുണ്ട്. പക്ഷെ ഇതുപോലെ നിലവാരമില്ലാത്ത രീതിയിൽ, അല്ലെ തരം താഴ്ന്ന രീതിയിൽ വിളിച്ചിട്ട്, ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഇമ്മാതിരി ഒരു നാറത്തരം പറയുന്നത്, ഇവളുമാരെയൊക്കെ എന്ത് പറയണം? ഇതിലൊരുത്തി RJ അഞ്ജലി എന്നോ മറ്റോ പറയുന്ന ആണ്. അപ്പം ഇവർ ഒരു പ്രാങ്ക് കോളാണ് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്. പക്ഷെ ഒരു പരിധി വരെയൊക്കെ നമ്മൾ ഇത് ആസ്വദിക്കുന്ന ആൾക്കാരാണ്. ഇത് എന്തുവാ ഇവർ വിളിച്ച് പറഞ്ഞേക്കുന്നത്? അതും അതിൻ്റെ ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയെ വിളിച്ചിട്ടാണ് ഇമ്മാതിരി ഒരു ചെറ്റത്തരം പറഞ്ഞിരിക്കുന്നത്. അയ്യോ, എന്ത് പറയാനാണ്? ഇത്രയും തരം താഴ്ന്ന രീതിയിൽ കുറേ ലിപ്സ്റ്റിക്ക് വാരി തേച്ചുകൊണ്ട്, കുറേ പുട്ടി ഇട്ടുകൊണ്ട് വന്നിരുന്നുകൊണ്ടൊന്നും എന്താ പറയുക, കുറേ സൗന്ദര്യമാവത്തില്ല. ഇവളുടെയൊക്കെ വായിന്ന് വരുന്ന ഇതല്ലേ. ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ഇമ്മാതിരി വർത്താനാണോ പറയേണ്ടത്? അത് ആര് പറഞ്ഞിട്ടാണെങ്കിലും, ഇപ്പം ഇവരെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പ്രാങ്ക് കൊടുക്കണമെന്ന് ഒരു പക്ഷെ ആരെങ്കിലും വിളിച്ചിട്ട് പറഞ്ഞിട്ടായിരിക്കാം. പ്രാങ്ക് തന്നെ വേറെ രീതിയിൽ ചെയ്യാലോ. ഇതിപ്പോൾ ഒരുമാതിരി എന്തുവാ ഇവർ കാണിക്കുന്ന നാണോ എന്ന് പറയുന്നുണ്ടോ? ഉള്ളുപ്പുണ്ടോ പെണ്ണുങ്ങളെ നിങ്ങൾക്ക്? ഇമ്മാതിരി വൃത്തികേടുകൾ ഒരിക്കലും പല പ്രാങ്കുകളും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ചിലതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാറില്ല. പക്ഷെ ഇതുപോലത്തെ ഒരു നാറിയ രീതിയിൽ, അതും ഇത്രയും നല്ല രണ്ട് പെൺകുട്ടികൾ അങ്ങ് വന്നിരുന്ന് അങ്ങ് മെഴുകുകയാണ്. എന്നിട്ട് അവളുമാരിരുന്ന് അങ്ങോട്ട് ചിരിക്കുന്നു, നാണം കേട്ട അവളുമാരെ. എന്നിട്ട് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സ് അവളുമാരെ ഓഫ് ചെയ്തിട്ടു. കാരണം എന്തുകൊണ്ട്? അപ്പോൾ അറിയാം ഇത് കമൻറ്റ് ബോക്സ് ഓൺ ആക്കിയിട്ടാൽ നല്ല പൂരപ്പാട്ട് കിട്ടുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ കമൻറ്റ് ബോക്സ് അങ്ങ് ഓഫാക്കി. കുറേ തൊലിവെളുപ്പുണ്ടായിട്ടോ, അല്ലെ കുറേ ലിപ്സ്റ്റിക്ക് അടിച്ചുകൊണ്ട്, അല്ലെ പുട്ടിയിട്ട് നടന്നുകൊണ്ടൊന്നും കാര്യമില്ല. കുറച്ചൊക്കെ വകതിരിവ് വേണം. ഇവളുമാരെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ കാണുന്നത്. ഇപ്പം നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ഇവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇമാതിരി തറ വർത്താനം പറയുന്ന ഇവളുമാർക്കൊക്കെ മറുപടി കൊടുക്കണ്ടേ? പ്രാങ്ക് കോളുകളൊക്കെ നിങ്ങൾ ചെയ്യും, അത് അതിൻ്റെതായ രീതിയിൽ ആൾക്കാരെ ആസ്വദിക്കുന്നതിൻ്റെ രീതിയിൽ ചെയ്യുക. അല്ലാതെ ഇമ്മാതിരി വിളിച്ചിട്ട് ആ ഒരു ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയെ വിളിച്ചിട്ട് ചോദിക്കുന്നു എവിടെയൊക്കെ മൈലാഞ്ചി ഇടുന്നു. എവിടെയൊക്കെ മൈലാഞ്ചി ഇടുന്നതായിട്ട് നമുക്കറിയാം. കയ്യിലിടാറുണ്ട്, കാലിടാറുണ്ട്, പിന്നെ നമ്മുടെ തലയിൽ ആൾക്കാർ ഇടാറുണ്ട്. കാരണം അത് ഹെന്ന പോലെ
ഇത് വിളിച്ചിട്ട് ചോദിക്കുന്നത് കുണ്ടിയിലിട്ട് തരുമോന്ന്. അവർ ആ ഒരു മാന്യതയുള്ള സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവർ അതിന് മറുപടി ഒന്നും പറയാതെ അവർ ഫോണ് കട്ട് ചെയ്തു. പിന്നെ ഇവളുമാര് വിളിച്ചു, എന്നിട്ട് അവരത് കട്ട് ചെയ്ത് കളഞ്ഞു. എന്തായാലും നാണം കെട്ട ഇവളുമാർക്കൊക്കെ ഉണ്ടല്ലോ, നല്ല മറുപടി കൊടുക്കണം നമ്മൾ. ഇനിമേൽ ഇതുപോലത്തെ നാർത്തരം കാണിക്കരുത്. നീയൊക്കെ അവിടെ മൈലാഞ്ചി ഇട്ടോണ്ടാണോ നടക്കുന്നത്, എന്നിട്ട് എല്ലാവരെയും കാണിച്ചുകൊണ്ട് നടക്കുക, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലാതെ ഇവളുമാർക്കൊക്കെ എന്ത് മറുപടി കൊടുക്കാനാണ്? നാണം കെട്ട വർത്താനം പറയാൻ ഇറങ്ങിയിരിക്കുന്ന കുറെ അവളുമാര്.